ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് അതിനുള്ള ഫീഡ്ബാക്കൊക്കെ അയക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഇനിയും അതുപോലെ തുടരണം. ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യലാണ്. ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ മോളുടെ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കല്യാണത്തോടനുബന്ധിച്ച് ഹൽദി ചടങ്ങ് നടത്താറുണ്ട് അല്ലേ? നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഇത് വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മഞ്ഞൾ കല്യാണം അല്ലെ, ഹൽദി. ആ ഹൽദി ചടങ്ങിന് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു 2-3 പോസ്റ്റ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി കാണണം. എൻ്റെ ഫാമിലിയും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ക്ലോസ് റിലേറ്റീവ്സും എല്ലാം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. അതെല്ലാവരും കാണണം. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ച മഞ്ഞൾ പേസ്റ്റ് എന്താണ്, അതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് ഇട്ടായിരുന്നു. അതിൻ്റെ ഒരു ഉത്തരമാണ് ഈ വീഡിയോ. ഓക്കെ, ആ മഞ്ഞൾ പേസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു. നമ്മുടെ സ്കിന്നിന് ദോഷകരമല്ലാത്ത സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മഞ്ഞൾ പേസ്റ്റ് ആയിരുന്നു അത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്തു, വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ വീഡിയോ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതൊന്ന് ഒരു വീഡിയോ ആക്കിയാലോ എന്നുള്ളൊരു തോന്നലാണ് ഈ വീഡിയോ ഉണ്ടാവുന്നത്. ഞാൻ വളരെ പിച്ച വെച്ച് നടക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അധികമായി ഈ അടുത്താണ് എനിക്കിങ്ങനെ ഇതിനൊരു പാഷൻ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ 4 ചേരുവ ഹൽദി മിക്സ്. 4 ഇൻഗ്രീഡിയൻറ്റ് ഹൽദി മിക്സ് ആണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇത് വാങ്ങാൻ പോകുന്നതും മിക്സ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ വളരെയധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് എൻ്റെ മോളുടെ കല്യാണത്തോടനുബന്ധിച്ച് നടത്തിയ ഹൽദി ചടങ്ങാണ്. ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെയാണ്. ഒരു 150 പേര് പങ്കെടുത്ത ചടങ്ങായിരുന്നു. വളരെയധികം ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ഈ ഹൽദിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പം മെല്ലെ മെല്ലെ ഹൽദി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കേരളത്തിലേക്കും കുടിയേറി പാർത്തിട്ടുണ്ട്. ഹൽദിയുടെ മഞ്ഞ കളറ് മോശമായ കണ്ണേറ്, പിന്നെ നാവേറ്, ഇതൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കൂടാതെ ഹൽദി എന്നത് ഒരു എക്സലന്റ് ആന്റിസെപ്റ്റിക് ആണ്. രോഗാണുക്കളിൽ നിന്നും അകറ്റി നിർത്തും എന്നൊരു വിശ്വാസം കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഹൽദി പേസ്റ്റിന്റെ ചേരുവകളിലേക്ക് കടക്കാം. ഇത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സൂര്യ സ്റ്റോഴ്സ് ആണ്. അവിടെ പോയാണ് ഞാൻ സാധനങ്ങൾ കളക്ട് ചെയ്തത്. എൻ്റെയും എൻ്റെ മോളുടെയും സ്കിന്നിന് സാധാരണ മഞ്ഞൾ പിടിക്കാത്തത് കൊണ്ട് ഞാൻ കസ്തൂരി മഞ്ഞളാണ് സെലക്ട് ചെയ്തത്. ഇതൊരു വളരെ നല്ല സൗന്ദര്യവർദ്ധക വസ്തുവാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ നടന്ന് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തപ്പി അങ്ങനെ കട മുഴുവൻ അരിച്ച് പെറുക്കിയപ്പോഴാണ് എനിക്ക് അടുത്ത സാധനം കിട്ടുന്നത്. അതാണ് നമ്മുടെ പനിനീര്, റോസ് വാട്ടർ. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ നന്നായി തണുപ്പിക്കുകയും ക്ലെൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. മൂന്നാമത്തെ സാധനമാണ് ഈ ഒരു ചന്ദനപ്പൊടി. ഇത് കളഭപ്പൊടിയല്ല, ചന്ദനപ്പൊടിയാണ്. ഇതും സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി അതിൻ്റെ അടുത്ത ചേരുവയാണ് ഫുള്ളേഴ്സ് എർത്ത് എന്നറിയപ്പെടുന്ന മുൽത്താനി മിട്ടി. സാധാരണ ഫേസ് പാക്ക് ഇടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് മിക്സ് ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടെ നമ്മുടെ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കൂടെ ഈ ബൗളിലിട്ട് അങ്ങ് മിക്സ് ചെയ്യലാണ്, മിക്സ്. ഇനി നമ്മുടെ ഈ ഹൽദി മിക്സിനകത്ത് 4 ചേരുവകളാണ് മെയിനായിട്ടുള്ളത്. കസ്തൂരി മഞ്ഞൾ ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് സംഭവമാണ്. ചർമ്മ പ്രശ്നങ്ങളെ ചികിത്സിക്കാൻ വളരെയധികം ഉപയോഗപ്രദമായ ഒരു സാധനമാണ്. പിന്നെ രണ്ടാമത് ഉപയോഗിച്ചത് ചന്ദനമാണ്. അത് നമ്മുടെ ഒരു ക്ലെൻസിങ്, കൂടാതെ മുഖക്കുരു, കറുത്ത പാടുകൾ ഇതെല്ലാം അകറ്റാൻ വളരെ നല്ലതാണ്. പിന്നെ മുൽത്താനി മിട്ടിയുടെ ഉപയോഗം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. മുഖക്കുരു പിന്നെയുള്ള ചർമ്മ പ്രശ്നങ്ങളെല്ലാം കളഞ്ഞ് ചർമ്മത്തിനെ വൃത്തിയാക്കാനും അതിനൊക്കെ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുൽത്താനി മിട്ടി. പിന്നെ റോസ് വാട്ടർ എന്നതൊരു പക്ക ക്ലെൻസർ ആണ്. നിറം വർദ്ധിപ്പിക്കാനും മുഖം വൃത്തിയാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ നമ്മുടെ ഈ മക്കളെല്ലാം കൂടെ അരുൾ, രാഹുൽ, പിന്നെ സിദ്ധു, യദു, ഇവരെല്ലാം കൂടെയാണ് ഈ ഒരു സംഭവം റെഡിയാക്കി എടുത്തത്. ഇതെല്ലാം മിക്സ് ചെയ്താണ് നമ്മുടെ ചേരുവ റെഡി ആയിട്ടുള്ളത്. ഇതിനെല്ലാം കൂടെ വന്ന ചെലവോ വെറും 200 രൂപയിൽ താഴെ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടല്ലോ. ഇനി വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം
ഇതുപോലുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കാനായി ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കല്യാണ സീസണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹൽദി ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. തീർച്ചയായും ഉപകാരപ്രദമായ 100% ഉപകാരപ്രദമായ 100% യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത ചേരുവകൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾക്ക് പകർന്നു തരാൻ എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.